അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് ഞാനിവിടെ റെഡിയാക്കുന്നത് ചക്കരപ്പയറാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ച് മമ്പയറെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ട്. അത് ഞാൻ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം അടച്ച് വെച്ച് ഒരു 4-5 വിസിൽ വരുന്ന വരെ ഒന്ന് സ്റ്റൗവിൽ വെച്ച് ആത്തിക്കാം. അപ്പോൾ ഞാനത് സ്റ്റൗവിൽ വെച്ചു. അപ്പോഴേക്കും അതിലേക്കുള്ള ചേരുവകളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് രായിപ്പൊടി, പിന്നെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, ഒരു മുറി തേങ്ങയും, പിന്നെ ഒരു ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് രാഗിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്കൂളിൽ നിന്ന് കിറ്റിൽ മമ്പയറും രാഗിപ്പൊടിയൊക്കെ കിട്ടിയതല്ലേ. അപ്പോൾ അത് വെച്ച് നമുക്കൊരു ചക്കരപ്പയറൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. മമ്പയർ കഴിക്കാത്ത കുട്ടികൾക്ക്, രാഗിപ്പൊടി കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. അപ്പോൾ വലിയവർക്കും കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ ഞാൻ ഈ രാഗിപ്പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് ഈ കട്ടിയിൽ കലക്കിയെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നമുക്കൊന്ന് കലക്കിയെടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കി വെച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. നമുക്ക് പയർ വെന്തിട്ടുണ്ടോയെന്ന് കുക്കറൊന്ന് തുറന്ന് നോക്കാം. കുക്കർ ഞാൻ തുറന്ന് നോക്കി, പയറൊക്കെ വെന്തിട്ടുണ്ട്. പയർ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്കെല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തി കൊടുക്കാം. അപ്പം ഇനി സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ച രാഗിപ്പൊടി ഉണ്ടല്ലോ, അതൊന്ന് ഇതിലേക്ക് ചേർത്താം. അത് ഒഴിക്കുമ്പോൾ നമ്മൾ രാഗിപ്പൊടിയൊക്കെ നല്ലൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോൾ മമ്പയർ നല്ല ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ കട്ടായിട്ട് അവിടെ ഇവിടെയൊക്കെ കട്ടായിട്ട് കിടക്കും. അപ്പോൾ നല്ല ഇളക്കിയിട്ട് യോജിപ്പിക്കുക. നമ്മൾ രാഗിപ്പൊടി ഇതിലേക്ക് ചേർത്തു. ഇനി ഇതിലേക്ക് ശർക്കരയും തേങ്ങയൊക്കെ ചേർത്താറുണ്ട്. ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അത് നല്ല അരിച്ച് പാത്രത്തിലാക്കി വെച്ചാണ്. അപ്പോൾ ആ ശർക്കര ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചരുകി വെച്ച തേങ്ങയും ഒരു ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പൊടിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏലക്കായ പൊടിച്ചിട്ടു. നമ്മൾ തേങ്ങ ചിരവി വെച്ചത് ഇതിലേക്ക് ചേർക്കാം. ഒരു മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. 1/2 കിലോ പയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നല്ല ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാ സാധനവും നമ്മൾ ഇതിലേക്ക് ചേർത്തി കൊടുത്തു. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാൻ. ഈ പയറും ചക്കരപ്പയർ ആണ് ഇതിന് പറയുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ പ്ലേറ്റിൽ വിളമ്പിയിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കഴിക്കാത്ത കുട്ടികളൊക്കെ കഴിച്ചോളും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്ത് നോക്കുക. അപ്പോൾ നമ്മളെ ചക്കരപ്പയർ ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇനി കാണാം. അസ്സലാമു അലൈക്കും, ഇൻഷാ അല്ലാഹ്.